പൂർവം രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം വാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണ മഥനം യദദ്ധി രാമായണം. എന്താണ് രാമായണമെന്ന് ഈ ഒറ്റ ശ്ലോകത്തിൽ കവി ചുരുക്കി വിവരിച്ചിരിക്കുന്നു. പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, കർക്കിടക മാസം സമാഗതമാവുകയാണ്. 1199 കർക്കിടകം 1-ാം തീയതി, അതായത് 2024 ജൂലൈ 16-ാം തീയതി ചൊവ്വാഴ്ച വിശാഖം നക്ഷത്രത്തിൽ കാലത്ത് 11:11 കർക്കിടക രവി സംക്രമം നടക്കുകയാണ്. എന്താണ് ഈ കർക്കിടക മാസത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ടതാണ്. സൂര്യൻ കർക്കിടകം രാശിയുടെ സഞ്ചരിക്കുന്ന സമയമാകുന്നു കർക്കിടക മാസം. ഇത് ഋതുക്കളിൽ വർഷ ഋതുവാകുന്നു. ഘോരമായ മഴ പെയ്യുന്ന വർഷ ഋതുക്കളാകുന്നു കർക്കിടകവും ചിങ്ങവും. നാം വളരെയധികം മഴക്കാല രോഗങ്ങളെ ശ്രദ്ധിക്കേണ്ട കാലമാകുന്നു ഈ മാസം. ഏറ്റവുമധികം സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാകുന്നു ഈ മാസക്കാലം. നിത്യേന ഈ കർക്കിടക മാസക്കാലം 2 നേരവും എണ്ണ തേച്ച് കുളിക്കുകയും ഒരു ചിട്ടയായ ഭക്ഷണ ക്രമവും ഈ കർക്കിടക മാസത്തിൽ നാം പാലിക്കേണ്ടതുണ്ട്. വിശേഷിച്ച് യാതൊരു വരുമാനവുമില്ലാതെ വീട്ടിലിരിക്കുന്ന കാലമായതുകൊണ്ടാകാം കർക്കിടക മാസത്തെ നാം പഞ്ഞമാസം എന്ന് പറയുന്നത്. സമ്പൽ സമൃദ്ധിയുടെ ചിങ്ങത്തെ വരവേൽക്കാനായി നാം അങ്ങേയറ്റം ദാരിദ്ര്യവും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളുമുള്ള കർക്കിടക മാസക്കാലത്തെ എങ്ങനെ പ്രതിരോധിക്കണം എന്ന് നമ്മുടെ പൂർവ്വസൂരികൾ നമുക്ക് ഉപദേശം നൽകിയിട്ടുണ്ട്. ഈ പഞ്ഞമാസക്കാലത്തെ മറികടക്കാനാണ് വ്രതാനുഷ്ഠാനങ്ങളോടെ നാം വീടുകളിലും ദേവാലയങ്ങളിലും പുണ്യഗ്രന്ഥ പാരായണവും സമൂഹ പ്രാർത്ഥനയും ഗണപതി ഹോമവും ഭഗവത് സേവയും മൃത്യുഞ്ജയ ഹോമവുമെല്ലാം നടത്തുന്നത്. ഇതിലൂടെ ആത്മീയവും ഭൗതികവുമായ ഒരു ഉണർവ് ഗൃഹസ്ഥാശ്രമികൾക്കും സമൂഹത്തിനും ലഭിക്കുന്നു. കർക്കിടകത്തിൽ സൂര്യൻ പ്രവേശിക്കുമ്പോൾ അത് ദക്ഷിണായന കാലത്തിൻ്റെ ആരംഭമാകുന്നു. ഉത്തരായണകാലം ദേവന്മാർക്ക് പകലും ദക്ഷിണായന കാലം ദേവന്മാർക്ക് രാത്രിയുമാകുന്നു. ഈ കർക്കിടക മാസക്കാലം ഏറ്റവും പ്രാധാന്യത്തോടെ കർക്കിടക വാവ് പിതൃക്കളുടെ ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട നാളുകളാകുന്നു. കേരളത്തിൽ തിരുനെല്ലി, തിരുനാവായ തിരുവല്ലം പരശുരാമ ക്ഷേത്രവും വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രവും പിതൃകർമ്മങ്ങൾക്ക് വളരെ പ്രസിദ്ധമാണല്ലോ. കേരളത്തിന് പുറത്ത് രാമേശ്വരം, നാസിക് ത്രംബകേശ്വർ, കാശി വിശ്വനാഥ ക്ഷേത്രമെല്ലാം തന്നെ പിതൃകർമ്മങ്ങൾക്ക് സുപ്രസിദ്ധങ്ങളാണ്. ഈ കർക്കിടക മാസം തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, മലപ്പുറം രാമപുര ക്ഷേത്രവും കേന്ദ്രീകരിച്ചുള്ള നാലമ്പല ദർശനവും വളരെ പ്രസിദ്ധമാണ്. പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്താണ് പഴയകാലത്ത് സ്ത്രീകൾ ദശപുഷ്പം ചൂടാറുള്ളത്. അതേ രീതിയിൽ സ്ത്രീകൾക്ക് ശരീരപുഷ്ടിക്കും പ്രസവരക്ഷയ്ക്കും കർക്കിടക കഞ്ഞിയും ആരോഗ്യ സൗഖ്യത്തിനായി പുരുഷന്മാരും സ്ത്രീകളും സുഖചികിത്സയും നടത്തി വരുന്നു. 12 മലയാള മാസങ്ങളിലും അവസാനത്തെ മാസമാകുന്നു കർക്കിടക മാസം. അതിനുശേഷം പുതിയ വർഷം 1200 പിറക്കുകയാണ്.
ഈ വറുതിയുടെ പ്രയാസങ്ങളുടെ കർക്കിടക മാസക്കാലവും പിറക്കാൻ പോകുന്ന സമ്പൽ സമൃദ്ധിയുടെ ചിങ്ങമാസക്കാലവും പ്രിയപ്പെട്ട ഡോക്ടർമാരായ പ്രേക്ഷകർക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു. നാം മേടം മുതൽ 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലചിന്തകളാണ് ഇവിടെ നടത്താൻ പോകുന്നത്. 1199 കർക്കിടകം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള, അതായത് 2024 ജൂലൈ 16 മുതൽ 22-ാം തീയതി വരെയുള്ള, ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള 7 ദിനങ്ങളുടെ ശുഭാശുഭ ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. കർക്കിടകം രാശി എന്നാൽ പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക പൂയം ആയില്യം നക്ഷത്രങ്ങളടങ്ങുന്ന രാശിയാകുന്നു. ഇന്ന് കർക്കിടകം രാശിയിൽ സൂര്യനോടുകൂടെ ബുധനും ശുക്രനും മൗഢ്യമില്ലാതെ നിൽക്കുന്നു. 3-ാം ഭാവത്തിൽ കേതു, 4-ാം ഭാവത്തിൽ ചന്ദ്രൻ മാന്തി, അഷ്ടമത്തിൽ ശനി, 9-ാം ഭാവത്തിൽ രാഹു, 11-ാം ഭാവത്തിൽ ചൊവ്വ, വ്യാഴം. ഇവിടെ കർക്കിടകൻ രാശിയിൽ രാശിധിപനായ ഗ്രഹം ചന്ദ്രൻ പ്രായണ ബലവാനായി 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. തൻ്റെ കുടുംബത്തിൽ കുറച്ചുകൂടി സമാധാനം വരേണ്ടുന്ന സമയമാണ്. അമ്മയെ ശുശ്രൂഷിക്കേണ്ടുന്ന സമയമാകുന്നു. പൂർവികമായ സ്വത്ത് വിൽപ്പനയ്ക്കുണ്ടെങ്കിൽ അതിനനുകൂലമായ സമയം സംജാതമാകുന്നു. കർക്കിടക രാശിയുടെ അധിപനായ ചന്ദ്രൻ 4-ാം ഇടത്തിൽ ചരരാശിയിൽ നിൽക്കുന്നു എന്ന് വെച്ചാൽ ഭൂമിപരമായ വിഷയങ്ങൾക്ക് കൂടുതൽ ശ്രേയസ് അനുഭവിക്കുന്ന സമയമാകുന്നു. സാമ്പത്തികമായും ഗുണകരമാകുന്ന വാരമാകുന്നു. കർമ്മമേഖലയിൽ തനിക്ക് അധികാരം ലഭിക്കുന്നു. യഥാ ബന്ധുവോ ബാന്ധവേരത്രിജന്മ നൃപദ്വാര സർവാധികാരി സദൈവ. ഒരു അധികാരം തനിക്ക് ലഭിക്കുന്നു. വയസ്സാദ്യമേ താദൃശം നൈവ സൗഖ്യം. ഈ വാരത്തിൻ്റെ ആദ്യകാലത്ത് അത്ര ശുഭമല്ലെങ്കിലും പിന്നീട് നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. സുതസ്ത്രീഗണാത്തോഷം ആയാതി സമ്യക്. സന്താനങ്ങളും ഭാര്യയുമായിട്ട് ധാരാളം സന്തോഷം പങ്കിടുവാനുള്ള അവസരം ലഭിക്കുന്നു. ഇവിടെ രാശിധിപനായ ചന്ദ്രൻ ചരരാശിയിലാകയാൽ നല്ലൊരു സഞ്ചാരങ്ങൾ പ്ലാൻ ചെയ്യാം. ഫാമിലി ടൂർ. ഞാൻ സൂചിപ്പിച്ചു, കർക്കിടകം ജലരാശിയാണ്. ജലാശയം നിങ്ങളുടെ യാത്രയിൽ പ്രധാനമായും തിരഞ്ഞെടുക്കാതിരിക്കുക. വെള്ളത്തിലൂടെ അപകടങ്ങൾ വരുന്ന വാരമാണ്. ഇത് വർഷത്വമാണ്. കർക്കിടകവും ചിങ്ങവും വർഷ ഋതുക്കളെ സൂചിപ്പിക്കുന്നു, അപകടങ്ങളെ സൂചിപ്പിക്കുന്നു. അതിനാൽ യാത്രകൾ ഉചിതമായ സ്ഥലങ്ങളിൽ മാത്രം ചെയ്യുക. വിവാഹകാര്യത്തിൽ വളരെ അനുകൂലമായ തീരുമാനങ്ങൾ സംജാതമാകുന്ന വാരമാകുന്നു. ഇവിടെ ശനി അഷ്ടമത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും ആ ശനി വിവാഹവതിയായി വക്രിയായി സഞ്ചരിക്കുന്നു. ലഗ്നത്തിലെ ശുക്രൻ പല ഊഷ്മളമായ സൗഹൃദങ്ങളും വ്യക്തിബന്ധങ്ങളും കാത്ത് സൂക്ഷിക്കുവാൻ സമർത്ഥമായി ഉപയോഗിക്കപ്പെടേണ്ടുന്ന വാരമാകുന്നു ഇത്. ലഗ്നത്തിലെ ബുധൻ മെഡിസിനൽ സ്റ്റുഡൻസിന് വളരെ അനുകൂലമായ വാരമാകുന്നു. ചികിത്സ അറിയുന്ന ആളുകളാവുമെന്നാണ്. അതിനാൽ പഠന വിഷയത്തിലേക്ക് വിദേശത്ത് നാട് വിട്ട് ദേശത്തേക്ക് പോകുന്ന എല്ലാവർക്കും ഈ വാരം വളരെ അനുകൂലമാണ്. ഇവിടെ 11-ാം ഭാവത്തിൽ ചൊവ്വയും വ്യാഴവും നിൽക്കുന്നു. സന്താന വിഷയങ്ങളെപ്പറ്റി ചിന്തിക്കുവാനും തങ്ങളുടെ സന്താനങ്ങൾക്കുണ്ടാവുന്ന ശാരീരികമായ അസ്വസ്ഥതകളുണ്ടെങ്കിൽ അത് ചികിത്സിക്കുവാനുള്ള ഏറ്റവും അനുകൂലമായ സമയവുമാകുന്നു ഈ വാരം. കർമ്മമേഖലയും പ്രായണ വളരെ അനുകൂലമാണ്. ശാരീരികമായി ശ്രദ്ധിക്കണം. അനാവശ്യമായ എക്സൈറ്റ്മെൻറ്റ് ലഗ്നത്തിൽ നിൽക്കുന്ന സൂര്യനുണ്ടാക്കുന്നു. തനുസ്തോരവിസ് തുങ്കയിഷ്ടം വിധത്തെ മനസ്സന്തപേ ധാരദായാതവർഗാൽ. ഇവിടെ താൻ സംരക്ഷിക്കേണ്ടുന്ന ഭാവമാകുന്നു കുടുംബം. ആ കുടുംബപതിയായ സൂര്യനാകുന്നു ലഗ്നത്തിൽ നിൽക്കുന്നത്. മനസ്സന്തപേ ധാരദായാത വർഗാൽ. ഭാര്യയെയും ബന്ധുക്കളെയും ചിന്തിച്ചിട്ട് മനസ്സിൽ താപമുണ്ടാകുന്നു. അതിനാൽ ദയവ് ചെയ്ത് നമ്മുടെ ഫാമിലി ലൈഫിൽ ഭാര്യയെ അല്ലാതെ പുറത്തുള്ളവരെ, ഭാര്യയുടെ സഹോദരങ്ങളെയും ബന്ധുക്കളെയും ഒരു വിഷയത്തിലും ഈ മാസക്കാലം, കർക്കിടക മാസക്കാലം ഇടപെടാതിരിക്കുന്നത് നിങ്ങൾക്ക് മാനസികമായ സമ്മർദ്ദങ്ങളെ ലഘൂകരിക്കാൻ ഉപകരിക്കുന്നതാണ്. ഇവിടെ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിക്ക് മാത്രമാണ് നാം പ്രീതി ചെയ്യേണ്ടത്. ശനിയാഴ്ച ശനീശ്വരന് നീരാഞ്ജനം, എള്ളുതിരി അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം, ഗത ഒപ്പിക്കൽ തുടങ്ങിയ കർമ്മങ്ങൾ നടത്തി ക്ലേശങ്ങളെ, പ്രയാസങ്ങളെ അകറ്റുവാൻ ശ്രമിക്കുക. വാഹനം
വളരെ ശ്രദ്ധിച്ച് ഓടിക്കണം. പ്രത്യേകിച്ച് നിശാരാശിയാകുന്നു കർക്കിടക രാശി. രാത്രി യാത്ര അത്ര അനുവദനീയമല്ല ജ്യോതിഷത്തിൽ ഈ ഒരു വാരക്കാലം. വളരെ ശ്രദ്ധിച്ച് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുക. കർക്കിടക രാശിക്കാർക്ക് വളരെ അനുകൂലമായ ദിനങ്ങളാകുന്നു. 17-ാം തീയതി ബുധനാഴ്ച അനിഴം നക്ഷത്രം, 19-ന് വെള്ളിയാഴ്ച മൂലം നക്ഷത്രം, 21-ാം തീയതി ഞായറാഴ്ച ഉത്രാടം നക്ഷത്രം, 22-ാം തീയതി തിങ്കളാഴ്ച തിരുവോണം നക്ഷത്രം, 22-ാം തീയതി തിഥി കറുത്തപക്ഷത്തിലെ പ്രഥമാ തിഥിയാകുന്നു. ദുർബലമായ തിഥിയാണ് പ്രഥമ, ദാരിദ്ര്യത്തെ ഉളവാക്കുന്നു. അതുകൊണ്ട് സാമ്പത്തികമായ ഇടപെടലുകൾക്ക് ആ ദിവസം അത്ര ശുഭകരമല്ല. 21-ാം തീയതി ഞായറാഴ്ച ഉത്രാടം നക്ഷത്രം, പൗർണമിയാണ്. എല്ലാ ശുഭകാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം. വിവാഹ തീരുമാനങ്ങൾ, വിവാഹത്തിന് വേണ്ടി സഞ്ചരിക്കുക, ബന്ധുഗൃഹങ്ങൾ സന്ദർശിക്കുക, സാമ്പത്തികമായ വിഷയങ്ങളിൽ എന്ത് തീരുമാനങ്ങളും 21-ാം തീയതി ഞായറാഴ്ച വളരെ അനുകൂലമായി സ്വീകരിക്കാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട കർക്കിടക രാശിക്കാർക്കും ശോഭനമായ ഒരു വാരത്തെ ആശംസിക്കുന്നു. അടുത്തതായി ചിങ്ങൻ രാശി. മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന ചിങ്ങൻ രാശിക്കാർക്ക് ഈ വാരം 2-ാം ഭാവത്തിൽ കേതു, 3-ാം ഭാവത്തിൽ ചന്ദ്രൻ മാന്തി, 7-ാം ഭാവത്തിൽ ശനി, അഷ്ടമത്തിൽ രാഹു, 10-ാം ഭാവത്തിൽ ചൊവ്വ, വ്യാഴം, 12-ാം ഭാവത്തിൽ സൂര്യൻ, ശുക്രൻ, ബുധൻ. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. ഇവിടെ ലഗ്നാധിപനായ സൂര്യൻ ദുസ്ഥനായി ദുർബലനായി 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. രവിർദ്വാദശേ നേത്രദോഷം കരോതി വിവക്ഷാഹവേ ജായതേസോ ജയശ്രീഹി സ്ഥിതേ ലിപ്സിയ ലീയതേ ദേഹദുഃഖം പിതൃവ്യാവതോ ഹാനിരധ്വപ്രദേശേ. തൻ്റെ അച്ഛൻ മുതലായവർക്ക് ശാരീരികമായ ക്ലേശങ്ങളുടെ വാരമാകുന്നു ഇത്. വഴിയിൽ വെച്ചിട്ട് ആക്രമിക്കപ്പെടുക, കള്ളന്മാരാൽ ഉപദ്രവിക്കപ്പെടുക, തൻ്റെ ധനവും വിലപ്പെട്ട രേഖകളും നഷ്ടപ്പെടേണ്ടുന്ന വാരമാകുന്നു ഇത്. ഇവിടെ രേഖാകാരകനായ ബുധൻ 12-ാം ഭാവത്തിൽ ദുർബലമായി നിൽക്കുന്നു. അതുകൊണ്ട് യാത്രയിലും തൻ്റെ രേഖാവിഷയങ്ങളും വളരെ ശ്രദ്ധിക്കുക. പാസ്പോർട്ട്, വിസ അടിച്ചുള്ള പേപ്പറുകൾ അല്ലെങ്കിൽ തൻ്റെ ആധാരവുമായി ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 3-ലെ ചന്ദ്രൻ വിക്രമത്തിലൂടെ ധനം ലഭിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ ധനാധിപനായ ഗ്രഹമൊക്കെ 12-ൽ നിൽക്കുന്നതിനാൽ ഒരു തരത്തിലും സാമ്പത്തികമായ ഇടപെടലുകളിലും ഒരു ഗാംബ്ലിംഗ്, ഊഹക്കച്ചവടം നടത്തേണ്ടുന്ന വാരമല്ല. 10-ാം ഭാവത്തിലെ ചൊവ്വയും വ്യാഴവും കർമ്മമേഖലയിൽ പ്രായണ വലിയ ബുദ്ധിമുട്ടുകൾ സംഭവിക്കുകയില്ല. എങ്കിലും കർമ്മപതിയായ ജോലിയെ ചിന്തിക്കേണ്ടുന്ന ശുക്രൻ 12-ാം ഭാവത്തിൽ നിൽക്കുന്നത്, ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നത് കർമ്മ മേഖലയിലുള്ള പ്രതിസന്ധികളെ കാണിക്കുന്നു. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും കർമ്മ മേഖലയിൽ വരുന്ന വാരമാകുന്നു. സൗഹൃദങ്ങൾ വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുക, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളോട്. അപഖ്യാതികൾ തൻ്റെ മേൽ വന്ന് പതിക്കുന്നതാണ്. അതിനാൽ വളരെ ജാഗ്രത പാലിക്കുക. 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി കണ്ടകശനി ആണെങ്കിലും വക്രിയായി വരുന്നത് കൊണ്ട് വലിയ കണ്ടകശനി ദോഷം പറയേണ്ടതില്ല. ശാരീരികമായി വിഷസ്പർശമേൽക്കുന്ന വാരമാകുന്നു. വളരെയധികം കണ്ണുകളെയും ഉദരരോഗങ്ങളും ശ്രദ്ധിക്കേണ്ട വാരമാണ്. ഫുഡ് പോയ്സൺ, പുറത്ത് നിന്നുള്ള ഭക്ഷണം കഴിച്ച് ഫുഡ് പോയ്സൺ വരേണ്ടുന്ന സമയവുമാകുന്നു. വളരെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കുക. നാഗക്ഷേത്രത്തിൽ സർപ്പബലി അല്ലെങ്കിൽ ആയില്യപൂജ വഴിപാടായി ചെയ്യുക. ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്യുക പ്രധാനമായും. കാരണം ഇവിടെ സൂര്യൻ രാശിയുടെ അധിപനാകുന്നു. ഗോതമ്പ് പായസം ഉണ്ടാക്കി ശിവക്ഷേത്രത്തിൽ പോയി അവിടെ ദാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ആദിത്യൻ്റെ ധാന്യമാകുന്നു ഗോതമ്പ്. ആ രീതിയിൽ ദേവതാ പ്രീതികരങ്ങളായ കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ വാരത്തെ മനോഹരമാക്കുക. അനുകൂലമായ ദിവസങ്ങൾ 17-ാം തീയതി ബുധനാഴ്ച അനിഴം നക്ഷത്രം, 19-ാം തീയതി വെള്ളിയാഴ്ച മൂലം നക്ഷത്രം, 21-ാം തീയതി ഞായറാഴ്ച വെളുത്ത വാവ് ഉത്രാടം നക്ഷത്രം, 22-ാം തീയതി തിങ്കളാഴ്ച തിരുവോണം നക്ഷത്രം. കൃഷ്ണപക്ഷ പ്രതിപദമാണ്. ധനപരമായ കാര്യങ്ങളൊന്നും ഇടപെടേണ്ടതില്ല. മറിച്ച് എല്ലാ വിഷയങ്ങളും വളരെ അനുകൂലമായ ഒരു വാരമാകുന്നു. ശ്രദ്ധിച്ച് നീങ്ങിയാൽ ഈ വാരത്ത് മറ്റ് ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല. ധനപരമായ വിഷയത്തിൽ ചതിക്കപ്പെടാൻ പാടില്ല. രേഖകളിൽ ഒപ്പിടാൻ പാടില്ല. അനാവശ്യമായ പ്രോമിസുകൾ ആർക്കും കൊടുക്കരുത്. ബുധൻ 12-ലാണ്. ശ്രദ്ധിക്കുക. കന്നിരാശി എന്ന് വെച്ചാൽ
ഉത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക. ഈ വാരം കന്നിരാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായ വാരമാകുന്നു. കാരണം രാശ്യധിപനായ ബുധൻ അതിശക്തമായി 11ാം ഭാവത്തിൽ മൗഢ്യമില്ലാതെ നിൽക്കുന്നു. അത് സൂര്യനോടും തൻ്റെ ഭാഗ്യാധിപൻ പിതാവ് 9ാം ഭാവാധിപനായ ശുക്രനോടും കൂടെ നിൽക്കുന്നു. പലപ്പോഴും പൂർവികമായ സ്വത്ത് ആസ്വദിക്കുവാനുള്ള യോഗം, അച്ഛനും അമ്മയുമായി ചേർന്ന് മനസ്സന്തോഷത്തോടുകൂടി നേരം പോക്ക് പറഞ്ഞ് നല്ല ചില ഉല്ലാസയാത്രകൾ, തീർത്ഥാടന സ്ഥലങ്ങൾ സഞ്ചരിക്കുവാനുള്ള ഒരു അസുലഭമായ അവസരം കാത്തു നിൽക്കുകയാണ് കന്നിരാശിക്കാർ. പ്രത്യേകിച്ച് കന്നിരാശി വിദേശ രാശിയാണ്. കന്യായം പരദേശക, തൻ്റെ ദേശം വിട്ട് ദൂരദേശത്ത് പോകുന്നവരാകുന്നു കന്നിരാശിക്കാർ. പലപ്പോഴും തിരിച്ചു വരുന്ന സമയത്ത് ഈ വെക്കേഷൻ അവർക്ക് നന്നായി ആസ്വദിക്കാവുന്നതാണ്. ഹയർ സ്റ്റഡീസിന് പോയ വിദ്യാർത്ഥികൾ തിരിച്ചു വരുന്നു, തൻ്റെ ഫാമിലിയുമായി ജോയിൻ ചെയ്യുന്നു. വിദേശത്ത് പോയ ഭർത്താവ് തൻ്റെ ഭാര്യാ സന്താനങ്ങളുമായി കൂടിച്ചേരുന്നു. യാത്ര ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ദോഷങ്ങൾക്ക് പരിഹാരമായി നാഗപ്രീതി ചെയ്യുക സർപ്പക്ഷേത്രത്തിൽ. ജോലി മേഖലയിലുള്ളവർക്ക് വളരെയധികം അംഗീകാരം, ഗവൺമെൻറ്റിൻ്റെ ചിഹ്നങ്ങൾ, അവാർഡുകൾ, റിവാർഡ്സ്, അപ്രിസിയേഷൻ ഇതൊക്കെ ലഭിക്കേണ്ടുന്ന വാരമാകുന്നു. 11ലെ ആദിത്യനാണ്. രവസംഭവേ സംജ ലാഭോപയാതെ നിർബദ്വാരതോ രാജമുദ്രാധികാരാൽ, രാജാവിൻ്റെ അധികാരം ലഭിക്കുന്നു. പക്ഷേ സന്താനങ്ങൾക്ക് അത്ര ഗുണമുള്ള വാരമല്ല. ഇവിടെ വൈകല്യവാനായ സൂര്യൻ സന്താനസ്ഥാനത്തേക്ക് നോക്കുന്നു. ദുഃഖം അങ്കോദ്ഭവാനാം, തൻ്റെ സന്താനങ്ങളെ കൊണ്ട് തനിക്ക് ദുഃഖമുണ്ടാകുന്ന വാരമാകുന്നു. മക്കൾക്ക് വേണ്ടി ശ്രേയസ്സിനായി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുക. അനുകൂലമായ ദിവസങ്ങൾ 17ാം തീയതി ബുധനാഴ്ച അനിഴം നക്ഷത്രമാകുന്നു. 19ാം തീയതി വെള്ളിയാഴ്ച മൂലം നക്ഷത്രവും വെളുത്തപക്ഷത്തിലെ മൂലം നക്ഷത്രമാണ് ത്രയോദശി. 21ാം തീയതി ഞായറാഴ്ച ഉത്രാട നക്ഷത്രമാകുന്നു. പൗർണമി. വളരെ അനുകൂലമായ ദിവസങ്ങളാണ്. 22ാം തീയതി തിരുവോണം. വളരെ ശ്രദ്ധിക്കുക. ദാരിദ്ര്യമുള്ള പ്രതിപദ തിഥിയാകുന്നു. സാമ്പത്തിക വിഷയത്തിലുള്ള ഇടപെടലുകൾ ആ ദിവസം ചെയ്യേണ്ടതില്ല. മറ്റെല്ലാ ദിവസങ്ങളും അനുകൂലമാണ്. ഈ 12 രാശികളിലും കന്നിരാശിക്കാർ മേന്മയോടുകൂടി കാര്യങ്ങൾ നീക്കുവാനുള്ള വളരെ അനുകൂലമായ സമയമാണ്. ലോണ്, വിദ്യാഭ്യാസ ലോൺ ഇതിലൊക്കെ നിങ്ങൾ അപേക്ഷിച്ചുകൊള്ളൂ. അനുകൂലമായ തീരുമാനങ്ങൾ ഈ വാരത്തിലുണ്ടാകും. ശോഭനമായ ഒരു വാരം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.